വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധം ആരംഭിച്ചിട്ട് 4ാമത്തെ ആഴ്ചയാണിത്. ഇസ്രായേലിലെ പ്രധാന ആണവ ഗവേഷണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇറാന്റെ മിസൈൽ ആക്രമണം ശക്തമായിരിക്കുകയാണ്. ദിമോണ, അരാദ് എന്നീ നഗരങ്ങളിൽ വൻ നാശനഷ്ടം ആണ് ഉണ്ടായിട്ടുള്ളത്. 100ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ശക്തമായി തിരിച്ചടി തുടരും എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം ഹോർമൂസ് കടലിടുക്ക് 48 മണിക്കൂറിനുള്ളിൽ തുറന്നില്ല എങ്കിൽ ഇറാനിലെ പവർ പ്ലാന്റുകൾ തകർക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം അവസാനിക്കുന്നു എന്ന സൂചനകൾ കഴിഞ്ഞ ദിവസം ട്രംപിന്റെ വാചകങ്ങളിൽ പ്രകടമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് അന്ത്യശാസനത്തിന്റെ സ്വഭാവത്തിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നില്ല എങ്കിൽ ഇറാനെ ഇരുട്ടിലാഴ്ത്തും എന്ന മുന്നറിയിപ്പാണ് അമേരിക്ക നൽകുന്നത്. ഇപ്പോൾ അജയ് സുധാ ബിജുവാണ് ചേരുന്നത്. അജയ്, നമ്മൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലെ ആക്രമണങ്ങളിലേക്ക്, അതിൻ്റെ തിരിച്ചടികളിലേക്കൊക്കെ പോകാം. അതിനു മുമ്പ് അമേരിക്കൻ പ്രസിഡന്റിന്റെ മുന്നറിയിപ്പ് ഇറാന്റെ ആണവ നിലയങ്ങളെ അടക്കം ആക്രമിക്കും, അങ്ങനെ ഊർജ സ്രോതസ്സുകൾ ഇല്ലാതാക്കും, ഇറാനെ ഇരുട്ടിലാഴ്ത്തും എന്നുള്ളതാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. 48 മണിക്കൂറാണ് ട്രംപ് സമയം നൽകിയിട്ടുള്ളത്. ഈ മുന്നറിയിപ്പ് നൽകിയതിനു ശേഷം ഇപ്പോൾ എത്ര മണിക്കൂറുകൾ പിന്നിട്ടിട്ടുണ്ട് അജയ്? ഇന്ന് രാവിലെയാണ് ഇത്തരമൊരു മുന്നറിയിപ്പ് ട്രംപ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇന്ത്യൻ സമയം ഇന്ന് ഏകദേശം ഒരു 5 മണി അടുപ്പിച്ചായിരുന്നു ഇത്തരമൊരു പോസ്റ്റ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ടത്. അതായത് ആ പോസ്റ്റ് ഇട്ട് കൃത്യം 48 മണിക്കൂറുകൾക്കുള്ളിൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് തുറക്കണം, ഇല്ലെങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി ഇറാന് നൽകും എന്നതാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. അതായത് ഇറാനകത്തുള്ള പവർ പ്ലാന്റുകൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തും എന്നാണ് ട്രംപ് പറയുന്നത്. അതിൽ ഏറ്റവും വലിയ പവർ പ്ലാന്റ് തന്നെ കേന്ദ്രീകരിച്ചായിരിക്കും ആദ്യത്തെ ആക്രമണമെന്നും ട്രംപ് ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെ IRGCയുടെ ഒരു മറുപടി പ്രസ്താവന കൂടി പുറത്തു വന്നിട്ടുണ്ട്. IRGC പറയുന്നത് ഇറാനെതിരെ ഇത്തരമൊരു ആക്രമണം നടത്തുകയാണെങ്കിൽ പശ്ചിമേഷ്യയിലുള്ള US-ന്റെയും ഇസ്രായേലിൻ്റെയും എല്ലാ എനർജി റിസോഴ്സുകളും കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുമെന്നാണ്. ഇറാന്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു ഭീഷണി മുൻപ് തന്നെ ഉണ്ടായിരുന്നു. അതായത് US ഇത്തരത്തിൽ ഈ ഇറാനിലെ പവർ പ്ലാന്റുകൾ ലക്ഷ്യം വയ്ക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അവരുടെ ഒരു പവർ പ്ലാന്റ് ആക്രമിച്ച് വളരെ സമയം അവിടെ വൈദ്യുതി ഇല്ലാത്ത ഒരു ഘട്ടം വരെ ഉണ്ടായി. അപ്പോൾ ഈ ഘട്ടത്തിൽ അവരുടെ കൊല്ലപ്പെട്ട ഈ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ നേതാവായിട്ടുള്ള അലി ലാരിജാനി നേരത്തെ തന്നെ ഒരു ഭീഷണി അമേരിക്കയ്ക്കെതിരെ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ഇറാനിലുള്ള പവർ പ്ലാന്റുകൾ ആക്രമിച്ചാൽ പശ്ചിമേഷ്യയെ അടുത്ത അരമണിക്കൂറിനുള്ളിൽ അന്ധകാരത്തിലാക്കും എന്നതായിരുന്നു അലി ലാരിജാനിയുടെ ഒരു ഭീഷണി. അപ്പോൾ ഇതുപോലെ സമാനമായിട്ടുള്ള ഒരു പ്രസ്താവന തന്നെയാണ് നിലവിൽ IRGC പുറത്തുവിട്ടിട്ടുള്ളത്. ഈ പശ്ചിമേഷ്യയിലുള്ള ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും എല്ലാ ഊർജ്ജ ഫെസിലിറ്റികൾക്ക് നേരെയും ആക്രമണം നടത്തുമെന്ന്. എന്തായാലും ഇപ്പോൾ അടിയും തിരിച്ചടിയും എല്ലാം ഇപ്പോഴും ശക്തമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തെക്കൻ ഇസ്രായേലിലുള്ള 2 പ്രധാന നഗരങ്ങളായിട്ടുള്ള ദിമോണ, അരാദ് എന്നിവിടങ്ങളിലേക്കാണ് ഇന്നലെ ആക്രമണം നടന്നത്. ഈ 2 സ്ഥലങ്ങൾക്കിടയിൽ ഇസ്രായേലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആണവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ലക്ഷ്യമാക്കി തന്നെയായിരുന്നു ഇറാന്റെ ആക്രമണം എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ ആക്രമണത്തിന് ഇറാൻ ഉപയോഗിച്ചിട്ടുള്ളത് 2 സ്റ്റേജ് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ്. ഇത് വളരെ അത്യാധുനികമായിട്ടുള്ള ഒരു മിസൈൽ സംവിധാനമാണ് ഇറാൻ ഇതിനായി ഉപയോഗിച്ചിട്ടുള്ളത്. ഇസ്രായേൽ സൈന്യം IDF ഔദ്യോഗികമായി തന്നെ പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. ഇസ്രായേലിന് ഈ മിസൈൽ പ്രതിരോധിക്കാൻ സാധിച്ചില്ല, ഇത് ഡിറ്റക്ട് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന്. അപ്പോൾ ഇറാന്റെ കൈവശം ഇത്രയധികം ഇനിയും ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ്, അതുപോലെ മിസൈൽ സംവിധാനങ്ങൾ ഇപ്പോഴും ഇറാന്റെ പക്കൽ ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് ഈ മിസൈൽ ഉപയോഗിച്ചുകൊണ്ടുള്ള അവരുടെ ആക്രമണം എന്ന് പറയുന്നത്. ട്രംപ് ആവർത്തിച്ച് തന്നെ അവകാശപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഇറാന്റെ എല്ലാ മിസൈൽ സംവിധാനങ്ങളും എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും തകർത്തു എന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം അത്തരം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ട്രൂ സോഷ്യൽ അക്കൗണ്ടിൽ ഇപ്പോഴും ടാഗ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ട്രംപിൻ്റെ അവകാശവാദങ്ങൾക്ക് കഴമ്പില്ല. US പറയുന്നതിൽ പലതും ഒരു പൊക്കിക്കാട്ടുന്ന പലതും ഒരു ഊതിപ്പെരുപ്പിച്ച നുണകളാണ് എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് നിലവിലെ ഈ ആക്രമണം എന്ന് പറയുന്നത്. ഒരു വ്യാപകമായിട്ടുള്ള നാശനഷ്ടം തന്നെ ഈ 2 ഇസ്രായേലി നഗരങ്ങൾ കേന്ദ്രീകരിച്ചും ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 150 പേർക്കോളം പരിക്കേറ്റതായിട്ടാണ് വിവരമുള്ളത്. പലരും ആശുപത്രികളിൽ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം പറഞ്ഞത് ഇസ്രായേലിന് ഒരു നല്ല ഈവനിങ് അല്ലായിരുന്നു ഇത്. ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ
അത് കൂടുതൽ ശക്തമാക്കും, സൈന്യത്തിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്, ശത്രുക്കൾക്ക് നേരെ തിരിച്ചടികൾ തുടരും എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. മാത്രമല്ല ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി അദ്ദേഹം സൂചിപ്പിച്ചത് യുദ്ധം ഉടനെങ്ങും അവസാനിക്കില്ല, ഇനിയും വളരെ നാൾ മുന്നോട്ട് പോകുമെന്നാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയും സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ ആക്രമണത്തിന് ശേഷം ഇസ്രായേലിനകത്ത് കടുത്ത ജാഗ്രത തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്കൂളുകളൊന്നും ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ തുറക്കില്ല എന്നറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല 50 പേരിലധികം ആളുകൾ കൂടുന്ന സമ്മേളനങ്ങൾ, അതുപോലെയുള്ള ഒത്തുകൂടലുകൾ, ഇവയ്ക്കെല്ലാം ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം സമ്മേളനങ്ങൾ കൂടണമെങ്കിൽ അത് പ്രൊട്ടക്റ്റീവായിട്ടുള്ള സർക്കാരിൻ്റെ പ്രത്യേക മേൽനോട്ടത്തിലെ സ്ഥലങ്ങളിൽ മാത്രമേ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശമാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. ഈ ആക്രമണത്തിന് ശേഷം, തെക്കൻ ഇസ്രായേലിലെ ഈ ആക്രമണത്തിന് ശേഷം ടെഹ്റാൻ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ അടുത്ത ഘട്ട മിസൈൽ ആക്രമണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ ടെഹ്റാനിലെ പല സ്ഥലങ്ങളിലും സ്ഫോടനങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തു. നിരവധി ഡ്രോണുകളും മിസൈലുകളും ഇറാൻ പ്രതിരോധിച്ചതായിട്ടാണ് വിവരമുള്ളത്. ഇതിന് മറുപടിയായിട്ട് ഇറാൻ അടുത്ത ഘട്ട ആക്രമണം ഇസ്രായേലിലേക്ക് ആരംഭിച്ചതായിട്ടാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് പങ്കുവയ്ക്കാൻ സാധിക്കുന്ന വിവരം. മധ്യ ഇസ്രായേൽ കേന്ദ്രീകരിച്ചായിരുന്നു പുതിയ ആക്രമണമെന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. പല സ്ഫോടന ശബ്ദങ്ങൾ ഉൾപ്പെടെ കേട്ടതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ദിവസം ജെറുസലേം ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് ആക്രമണം നടന്നിരുന്നു. അവിടെയുള്ള ചില പുണ്യസ്ഥലങ്ങൾ, അതുപോലെ ചില ആരാധനാലയങ്ങളിലെല്ലാം ആക്രമണം നടന്നിരുന്നു. ചെറിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായത് അത് ഒരു വലിയ തിരിച്ചടി തന്നെയായിരുന്നു ഇസ്രായേലിന്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, വളരെ ഒരു വ്യാപകമായിട്ടുള്ള നാശനഷ്ടം തന്നെ അവിടെ ഈ 2 നഗരങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തിന് പിന്നാലെയായിരുന്നു ട്രംപിൻ്റെ ഈ ഭീഷണി എന്നതും നമുക്ക് എടുത്തു പറയേണ്ടതാണ്. ട്രംപ് പറയുന്നത് ഈ 48 മണിക്കൂറിനകം ഹോർമുസ് തുറക്കണമെന്ന് തന്നെയാണ്. പക്ഷേ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു സമാധാന നീക്കങ്ങൾക്ക് ശ്രമമുണ്ടായതായിട്ടുള്ള വിവരങ്ങളും നമുക്ക് ഇപ്പോൾ നേരത്തെ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം പുറത്തു വന്നിരുന്നു. അതായത് ട്രംപ് തൻ്റെ വിശ്വസ്തരായിട്ടുള്ള ചിലരെ കൊണ്ട് ഒരു മധ്യസ്ഥ ചർച്ചകൾക്ക് ശ്രമം നടത്തുന്നതായിട്ടായിരുന്നു റിപ്പോർട്ടുകൾ. വൈറ്റ് ഹൗസിനെ ഉദ്ധരിച്ചുകൊണ്ട് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അതായത് ഖത്തറിൻ്റെ മധ്യസ്ഥതയിൽ ഈ ട്രംപിൻ്റെ വിശ്വസ്തരെ കൊണ്ട് ഒരു സമാധാന ശ്രമം, ഇത് തന്നെയായിരുന്നു അമേരിക്ക ലക്ഷ്യമിട്ടിരുന്നത്. എന്തായാലും ഇപ്പോൾ അത്തരം സമാധാന ശ്രമങ്ങൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇസ്രായേലിൻ്റെ അനുമതിയില്ലാതെ, ഇസ്രായേലിൻ്റെ കൂടെ കൂട്ടാതെയായിരുന്നു അമേരിക്കയുടെ ഇത്തരം സമാധാന നീക്കങ്ങൾ നേരത്തെ ഉണ്ടായത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും ട്രംപ് ഇത്തരത്തിൽ അതിനുശേഷം ഈ വലിയ ഭീഷണിയായിട്ട് എത്തിയതോടെ തീർച്ചയായിട്ടും യുദ്ധം അത് കൂടുതൽ ഒരു രൂക്ഷമായി മുന്നോട്ട് പോകും എന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല ഈ ആണവ നിലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങൾ അത് വലിയ രീതിയിലുള്ള ഒരു ആണവ ദുരന്തത്തിലേക്ക് പശ്ചിമേഷ്യയെ ഒട്ടാകെ തള്ളിവിടുമോ എന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നു. യെസ്, അതാണ് പശ്ചിമേഷ്യയടക്കം വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അവിടെ അജി, ഈ എണ്ണക്കടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാത എന്നത് നമുക്കറിയാം ഹോർമൂസ് കടലിടുക്കാണ്. അത് അടച്ചിരിക്കുന്ന സാഹചര്യം, അതിൽ എല്ലാ ലോകരാഷ്ട്രങ്ങളും ഇടപെടണം എന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം അമേരിക്കയ്ക്കില്ല. ഓരോ രാജ്യങ്ങളും അതിൽ ഇടപെടുക, അതിന് പരിഹാരം കണ്ടെത്തുക എന്നതിലേക്ക് അമേരിക്ക പോകുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇറാന്റെ നാശം മാത്രമാണ് എന്ന നിലയിലേക്ക് സാഹചര്യം എത്തുകയാണോ? ലോകരാഷ്ട്രങ്ങളെ അടക്കം വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത് ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചിരിക്കുന്നു എന്നത് തന്നെയാണ്. ഒരു പക്ഷേ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് മാത്രമാണ് അതിലൂടെ കപ്പലുകളെ കടന്നു പോകാൻ അനുവദിക്കുന്നത്. അതും നമ്മുടെ സേനാ സംവിധാനങ്ങളെ അകമ്പടി സേവിച്ചുകൊണ്ടാണ് ഈ കപ്പലുകൾ ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇറാനുമായി നിരന്തരം ആശയവിനിമയം നടത്തിക്കൊണ്ടൊക്കെയാണ്. പക്ഷേ മറ്റു പല ലോകരാജ്യങ്ങൾക്കും അത്തരത്തിൽ സാധിക്കാത്ത ഒരു പശ്ചാത്തലം കൂടി നിൽക്കുമ്പോൾ അമേരിക്ക അതിൽ നിന്ന് കൈയൊഴിയുന്ന ഒരു സാഹചര്യം, അതിലൂടെ എന്താണ് അമേരിക്ക ശ്രമിക്കുന്നത്? ഇറാൻ ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഹോർമുസ് കടലെടുക്ക് അത് പൂർണ്ണമായും അടഞ്ഞു തന്നെ കിടക്കും. ഇതുവഴി ഒരു ആഗോള എണ്ണ പ്രതിസന്ധി ഉണ്ടാക്കുക തന്നെയായിരുന്നു ഇറാന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അവർ പരസ്യമായി തന്നെ പറഞ്ഞിരുന്നു ക്രൂഡ് ഓയിലിന്റെ വില അത് $150 മുകളിലേക്ക് എത്തും എന്നുള്ള ഒരു പരസ്യ ഭീഷണികൾ തന്നെ അവർ മുഴക്കിയിരുന്നു. എന്നാൽ പിന്നീട് പല ലോകരാജ്യങ്ങളും പ്രതിഷേധം രേഖപ്പെടുത്താൻ തുടങ്ങിയതോടെ അവർ ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായി അടച്ചിട്ടില്ല. അമേരിക്കയ്ക്കും ഇസ്രായേലിനും അവരെ പിന്തുണയ്ക്കുന്ന
രാജ്യങ്ങൾക്കും മുൻപിൽ മാത്രമാണ് ഹോർമുസ് അടച്ചതെന്ന് ഇറാൻ വ്യക്തമാക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് പിന്നീട് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉൾപ്പെടെ നടത്തിയ ചർച്ചകൾ. അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായിട്ട് സംസാരിച്ചു. ഇതിനെല്ലാം തുടർന്നായിരുന്നു ഇന്ത്യൻ കപ്പലുകൾക്ക് ഈ ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു പോകാനുള്ള അനുമതി ഇറാൻ നൽകിയത്. പിന്നാലെ മറ്റ് പല രാജ്യങ്ങൾക്ക് കൂടി ഇത്തരം അനുമതികൾ നൽകി. ചൈനീസ് കപ്പലുകളെ കടന്നു പോകാൻ അനുവദിച്ചിരുന്നു. അതുപോലെ ജപ്പാന്റെ കപ്പലുകൾക്ക് കടന്നു പോകാം എന്ന് ഇറാൻ കഴിഞ്ഞ ദിവസം അറിയിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. എന്തായാലും ജപ്പാൻ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ ഇറാനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. UK, അതുപോലെ ഫ്രാൻസ്, ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളുമായി ചേർന്ന് ജപ്പാൻ ഒരു സംയുക്ത പ്രസ്താവന വരെ പുറത്തിറക്കിയിരുന്നു. അതിനൊക്കെ ശേഷമാണ് ജപ്പാന്റെ കപ്പലുകൾക്ക് കടന്നു പോകാം എന്നൊരു അറിയിപ്പ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മസൂദ് പെസഷ്കിയാനെ ടെലിഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ പശ്ചിമേഷ്യയിലെ വിവിധ സാഹചര്യങ്ങൾ ചർച്ചയായതായിട്ടാണ് വിവരമുള്ളത്. ഈ ഇന്ത്യൻ കപ്പലുകൾക്ക് കടന്നു പോകാൻ കൂടുതൽ കപ്പലുകൾ ഇപ്പോഴും അനുമതി കാത്തു നിൽക്കുകയാണ്. ഇതിന് കടന്നു പോകാനുള്ള കാര്യം ഉൾപ്പെടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാനോട് സൂചിപ്പിച്ചിരുന്നു. എന്നാൽ മസൂദ് പെസഷ്കിയാൻ അത്തരം കാര്യങ്ങൾ, ഈ ഹോർമുസ് കടലിടുക്കിനെ സംബന്ധിച്ച് മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് വിവരമുള്ളത്. അദ്ദേഹം ഏറ്റവും പുതുതായിട്ട് നരേന്ദ്രമോദിയോട് പറഞ്ഞത് പശ്ചിമേഷ്യയിലെ എല്ലാ രാജ്യങ്ങളും കൂടി ചേർന്ന് ഒരു ചട്ടക്കൂട്, ഒരു സുരക്ഷ അടങ്ങുന്ന ഒരു ചട്ടക്കൂട് തയ്യാറാക്കണം. അതുപോലെ ആണവ കേന്ദ്രങ്ങൾ അന്താരാഷ്ട്ര പരിശോധനകൾക്ക് വിധേയമാക്കണം എന്നെല്ലാം പറഞ്ഞിരുന്നു. അതുപോലെ ഇന്ത്യ ഉൾപ്പെടുന്ന ബ്രിക്സ് രാജ്യങ്ങളുടെ ഇതിൽ ഒരു പങ്കാളിത്തം, ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു പങ്കാളിത്തം, ഇതെല്ലാമാണ് മസൂദ് പെസഷ്കിയാൻ ചർച്ച ചെയ്തത്. ഹോർമുസിന്റെ കാര്യം ചർച്ചയിൽ വന്നില്ല എന്നുള്ളത് നമുക്ക് കുറച്ച് ഒരു ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എന്തായാലും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഒരു ആശ്വാസജനകമായിട്ടുള്ള കാര്യം, ഇറാന്റെ ഈ ക്രൂഡ് ഓയിൽ, ഇറാന്റെ ഏതാണ്ട് 140 മില്യൺ വരുന്ന ക്രൂഡ് ഓയിൽ ഇപ്പോൾ പല സമുദ്രത്തിലായിട്ട് പല ഇടങ്ങളിലായിട്ട് ഇപ്പോഴും വ്യാപാരം നടത്താൻ സാധിക്കാതെ കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്രൂഡ് ഓയിലിന് മേലുള്ള ഉണ്ടായിരുന്ന ഉപരോധം അമേരിക്ക പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്രൂഡ് ഓയിൽ കൂടി വിപണിയിൽ എത്തുന്നതോടെ അന്താരാഷ്ട്ര തലത്തിലുള്ള ക്രൂഡ് ഓയിലിന്റെ വില അത് താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് ഉൾപ്പെടെ ഇത് വാങ്ങാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന് ഉൾപ്പെടെ വലിയൊരു ആശ്വാസമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ട്രംപ് തൻ്റെ നിലപാടുകളെ തുടർച്ചയായിട്ട് മാറ്റുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. അതായത് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഹോർമുസ് കടലിടുക്ക് വഴി അമേരിക്ക യാതൊരുവിധ വ്യാപാരവും നടത്തുന്നില്ല. ഇത് കൂടുതലായി ആശ്രയിക്കുന്നത് ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളുമാണ്. ചൈനയുടെയും ജപ്പാന്റെയും ഒക്കെ പേരുകൾ അദ്ദേഹം എടുത്തു സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഹോർമുസിന്റെ സുരക്ഷയ്ക്കായി ഇത്തരം രാജ്യങ്ങൾ മുന്നിട്ട് വരണം. അമേരിക്ക ഇതിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല. വേണമെങ്കിൽ ചില സഹായങ്ങളൊക്കെ ചെയ്തു തരാം. അല്ലാതെ ഹോർമുസിന്റെ സുരക്ഷയ്ക്കായി അമേരിക്ക ഇനി മറ്റ് സൈനിക നടപടികളൊന്നും തന്നെ സ്വീകരിക്കില്ല എന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്നാൽ ഇന്ന് ആ ഒരു നിലപാട് നേരെ തിരിഞ്ഞുകൊണ്ട് ഇന്ന് പറഞ്ഞത് ഈ ഹോർമുസ് കടലെടുക്ക് ഇപ്പോൾ ഇറാൻ വേഗം തുറക്കണം, അല്ലെങ്കിൽ ഇറാന് ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്നാണ്. അതായത് ആദ്യം ഒരു തവണ ഇടപെടില്ല എന്ന് പറഞ്ഞു, ഇപ്പോൾ വീണ്ടും ഇടപെടും എന്ന് തന്നെയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പക്ഷെ പറഞ്ഞത് ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള കപ്പലുകൾക്ക് US അകമ്പടി നൽകും എന്നാണ്. പിന്നീട് പല ലോകരാജ്യങ്ങളുടെയും സഹായം ഉൾപ്പെടെ ട്രംപ് ഇക്കാര്യത്തിൽ തേടിയിരുന്നു. പിന്നീട് മറ്റ് രാജ്യങ്ങളൊന്നും സഹായിക്കില്ല എന്നൊരു ചുറ്റുപാട് വന്നു. അതിനുശേഷമാണ് ട്രംപ് പിന്നീട് നിലപാട് മാറ്റി ഇത് മറ്റ് രാജ്യങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നാക്കിയത്. ഇപ്പോൾ വീണ്ടും ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഈ ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാന് തിരിച്ചടി എന്നുള്ളൊരു സന്ദേശം നൽകുന്നു. എന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ഈ 48 മണിക്കൂർ സമയമുണ്ട്. ഈ ഒരു സമയത്തിനുള്ളിൽ ഇറാൻ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കാൻ പോവുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന കാര്യം തന്നെയാണ്. അവർ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഒരു നിലപാടെടുത്തിരിക്കുന്നത് അവരെ ആക്രമിച്ചാൽ, അവരുടെ പവർ പ്ലാന്റുകൾ ആക്രമിച്ചാൽ ശക്തമായിട്ടുള്ള തിരിച്ചടി, അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ച് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും എനർജി റിസോഴ്സുകളെ ആക്രമിക്കുമെന്നാണ്. എന്തായാലും ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അല്ലെങ്കിൽ ഇനി അങ്ങനെയൊന്നും ഉണ്ടായില്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇനി എന്ത് തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ളതും നിർണായകം തന്നെയാണ്.